കോടതി തീരുമാനിക്കട്ടെ, എനിക്കാണോ അതോ അനാഥ കൊച്ചിനാണോ അവകാശം കൂടുതലെന്ന്. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ കേസ് പിൻവലിക്കാൻ പോകുന്നില്ല. കേസും കോടതിയൊക്കെ നിന്റെ കാര്യം. നീ എന്തുദ്ദേശിച്ച അത് അനാഥ കൊച്ചാണെന്ന് പറയുന്നേ? ആ കൊച്ചിനെ എന്റെ ചേച്ചിയും ഏട്ടനും ഉണ്ട്. ഇനി ഒരിക്കൽ കൂടി നീ ആ വാക്ക് ഉപയോഗിച്ചാലുണ്ടല്ലോ. ആതിരെ, മതി. ചേച്ചി മിണ്ടാതിരിക്കെ. സ്നേഹ പറയുന്നതിനൊക്കെ നമ്മൾ മറുപടി കൊടുക്കാത്തതുകൊണ്ടാ ഇവളിങ്ങനെ തലേ കയറുന്നത്. ഞാനോ എന്റെ ചേച്ചിയോ അച്ഛനോട് ആവശ്യപ്പെട്ടിട്ടില്ലാന്ന് അച്ഛൻ തന്നെ പറയുന്നത് നീ ഇപ്പൊ കേട്ടതല്ലേ? നിന്റെ മാറ്റം എങ്ങനെയുള്ളതായാലും ആർക്ക് വേണ്ടിയുള്ളതായാലും മറ്റുള്ളവരെ അതിലോട്ട് വലിച്ചിഴക്കരുത്. എന്താ ഇവിടെ ഒരു ബഹളം? എൻ്റെ ഇഷ്ടങ്ങളെയും തീരുമാനങ്ങളെയും സ്നേഹയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന്. എൻ്റെ തീരുമാനങ്ങളെ അവൾ നിയമപരമായി നേരിടുമെന്ന്. അച്ഛനെ കോടതി കയറ്റിയിട്ടായാലും അവൾ ജയിക്കുമെന്നാണ് അതിൻ്റെ മറ്റൊരർത്ഥം. കുഞ്ഞുങ്ങളുടെ പേരില് അങ്കിള് സ്വത്തുക്കൾ എഴുതി വെക്കുന്നതിനെതിരെ സ്നേഹ കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങിയെന്ന്. ഇതാണ് ഇപ്പൊ പ്രശ്നം. സ്നേഹ, നിനക്ക് എന്ത് കുഴപ്പമാണ് പറ്റിയത്? അച്ഛൻ്റെ തീരുമാനങ്ങൾ ഞങ്ങൾ ആരും ചോദ്യം ചെയ്യാറില്ല. ചോദ്യം ചെയ്യണം നന്ദേട്ടാ. തെറ്റാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണം. അച്ഛനെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഇങ്ങനെ ശരിവെച്ച ഇവിടെ സമാധാനം ഇല്ലാതാവുന്നു. അച്ഛൻ അച്ഛന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുമ്പോ അത് ബാധിക്കുന്നത് നമ്മളെയും കൂടെയാ. സ്നേഹേ, ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? അച്ഛന്റെ സ്വത്തോ പോണോ? നിനക്ക് ഇട്ടുമൂടാനുള്ള തരുവച്ച. പിന്നെ നീ എന്തിനാ സ്വത്തിന്റെ പേരിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വഴക്കുണ്ടാക്കുന്നതല്ല. ഈ പറയുന്ന സ്വത്തുക്കളെല്ലാം അച്ഛൻ സന്ദീപേട്ടന്റെ മകളുടെ പേരിൽ എഴുതി വെക്കട്ടെ, എനിക്കൊരു പരാതിയില്ല. പക്ഷേ ആരാന്നോ എന്താന്നോ അറിയാത്തൊരു കൊച്ചിനെ ഞാനും കൂടെ അനുഭവിക്കേണ്ട സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നതിനാ ഞാൻ എതിര് പറയുന്നത്. അച്ഛൻ്റെ ഈ മഹാമനസ്കത നമ്മളെല്ലാവരും തെരുവിലെത്തിക്കും. എന്റെ മോൾക്ക് നിന്റെ ഒരു സ്വത്തും വേണ്ട സ്നേഹേ. അതിന് ഞങ്ങളാരും വരുന്നുമില്ല. എന്റെ മോൾക്ക് വേണ്ടത് ഉണ്ടാക്കി വെക്കാൻ എനിക്കറിയാം. നെല്ലിശ്ശേരിയിലെ സ്വത്തിന്റെ 1% പോലും എന്റെ മോൾക്കോ എന്റെ ഭാര്യയ്ക്കോ എനിക്കോ ആവശ്യമില്ല. അത് സച്ചേട്ടനല്ലേ? ഭാര്യയ്ക്ക് അതിലാ നോട്ടം മുഴുവനും. അവരുടെ ആർത്തി ഇതൊക്കെ. കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് മനസ്സിലായപ്പോ സ്വത്തുക്കൾക്ക് വേണ്ടി എവിടെ നിന്നോ ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് വന്നിട്ട് അവരൊരു നാടകം കളിക്കോ? സച്ചിയുടെ ഭാര്യയുടെ പക്ഷം നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സച്ചിനോട് പിടിച്ചു തന്നെ. നാളെ ഒരു സമയം സ്വത്തുക്കൾക്ക് വേണ്ടി അവർ സച്ചിനെ അവർ ചതിക്കും, നോക്കിക്കോ. ഒരു വൃത്തികെട്ട്.
എന്നെ നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. എന്റെ അർച്ചനെ വല്ലതും പറഞ്ഞോ ഒന്ന് കളയും ഞാൻ. മനസ്സിലായടി? സച്ചി, നീ എന്തിനാ അവളെ തല്ലിയത്? അവൾ ഇപ്പൊ പറഞ്ഞത് തെറ്റാണെങ്കിലും സ്വത്തിന്റെ കാര്യത്തിൽ അവൾ പറഞ്ഞതല്ല ശരിയല്ലേ? അവളും കൂടെ അനുഭവിക്കേണ്ട സ്വത്തല്ലേ അച്ഛനിപ്പോ കുഞ്ഞുങ്ങളുടെ പേരിൽ എഴുതി വെക്കാൻ പോകുന്നത്. അച്ഛന്റെ ഇഷ്ടം നടപ്പിലാക്കുമ്പോ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ആ കുഞ്ഞ് ശിവരാമന്റെ മകളാണെന്ന് നിങ്ങൾ പറയുന്നത് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാം. എന്നേലും ഒരു ദിവസം ശിവരാമൻ ഇവിടേക്ക് കയറി വന്ന് കുഞ്ഞിനെ വേണമെന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കണം. അങ്ങനെ വരുമ്പോ ഈ സ്വത്തുക്കളെല്ലാം ശിവരാമന്റേതാവും. അങ്ങനെ വല്ലവർക്കും കൊടുക്കുന്ന എന്തിനാ സ്വത്തുക്കള്? ഒരുറപ്പുമില്ലാത്ത ഈ കാര്യത്തിൽ അച്ഛൻ തൽക്കാലത്തേക്കെങ്കിലും ഈ തീരുമാനം ഒന്ന് മാറ്റുന്നതാ അതിന്റെ ശരി. വേണ്ട എടുത്തി, ഇവരോടൊക്കെ ന്യായം പറയാൻ നിന്നാലേ നമ്മൾ മണ്ടന്മാരാവുള്ളൂ. എന്തിനാ വെറുതെ നമ്മുടെ നാട്ടിലെ വെള്ളം വറ്റിക്കുന്നേ? എല്ലാവർക്കും മനസ്സിലാവാൻ പാകത്തിന് ഞാനൊരു കാര്യം പറയാം. എന്നെ തല്ലിയാലും ഇവിടെ ഇട്ട് കൊന്നാലും ശരി, ഇതുപോലൊരു അന്യായം ഈ വീട്ടിൽ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിലാര് കോടതി കയറേണ്ടി വന്നാലും എനിക്കൊരു പ്രശ്നവുമില്ല. നമ്മുടെ സ്വത്തുക്കളെല്ലാം ആരുടെയെന്ന് പോലും അറിയാത്തൊരു കുഞ്ഞിന്റെ പേരിൽ എഴുതി കിട്ടി ബോധിക്കുമെന്ന് ആരും കരുതുകയും വേണ്ട. അതിന് സുപ്രീം കോടതി വരെ പോവേണ്ടി വന്നാലും സ്നേഹ പോയിരിക്കും. ഞാൻ പറഞ്ഞതൊക്കെ ഒരാളൊഴികെ എന്റെ ബാക്കി 2 ആങ്ങളമാർക്കും മനസ്സിലായെങ്കിൽ എന്റെ കൂടെ നിൽക്കാം. പറ്റില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്കറിയാം എന്ത് വേണോന്ന്. ഇതിനൊക്കെ എങ്ങനെ പകരം ചെയ്യണമെന്ന് എനിക്കറിയാം. കാണിച്ചു തരാൻ ഞാൻ. ഹലോ സ്നേഹ, എനിക്കിപ്പോ ഒരു കാര്യം അറിയണം. എന്ത് കാര്യം? കാര്യമൊക്കെ ഞാൻ പറയാം. ആദ്യം നീ എന്റെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് അറിയേണ്ടത്. മരിക്കാനായാലും ഞാൻ നിന്റെ കൂടെ തന്നെ നിൽക്കും. പോരെ? ഇത് വിശ്വസിക്കാമല്ലോ അല്ലേ? നിനക്ക് തന്ന വാക്ക് തെറ്റിച്ചാൽ അന്ന് ഞാൻ മരിച്ചു എന്ന് കരുതിയാൽ മതി. ഇനി നീ കാര്യം പറയും. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. എന്താ, ഇത് ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാം. ഇത് നമ്മുടെ നല്ലതിനാ. എല്ലാം നീ പറയുന്നത് പോലെ തന്നെ ചെയ്യാം. നിന്റെ കൂടെ ഞാനുണ്ട്, എന്തിനും. ശരി, അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ. നോക്കിയേ, എന്ത് വടി, എന്താ നോക്കിയത്? ആ വക്കീലേ, വക്കീല് ഫോൺ വെക്ക്. അതിന് പരിഹാരം ഞാൻ ഉണ്ടാക്കിക്കോളാം. സ്നേഹേ, സ്നേഹേ, സ്നേഹേ. അനഘേ, നീ ചെന്ന് സ്നേഹയോട് ഇങ്ങോട്ട് വരാൻ പറയും.
എന്താച്ചാ വക്കീൽ എന്തിനാ വിളിച്ചേ? സ്നേഹയുടെ സ്റ്റേ ഓർഡർ പിൻവലിക്കാതെ കുഞ്ഞുങ്ങളുടെ പേരിലേക്ക് സ്വത്തുവകകൾ മാറ്റാൻ പറ്റില്ലെന്ന് പറയാൻ. അവളോട് ഞാൻ പറഞ്ഞതാ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾക്കിടയിൽ കയറി നിൽക്കരുതെന്ന്. അവള് കേട്ടില്ല. അച്ഛാ, ഇനി ഈ പേരും പറഞ്ഞ് അവളെ വഴക്ക് പറയണ്ട. ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഇതൊന്നും ഇപ്പൊ വേണ്ടാന്ന്. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴൊക്കെ ഈ വീട്ടിൽ വഴക്കാം. എന്തിനാ വെറുതെ പ്രശ്നങ്ങള്? അതെ അച്ഛാ, നമുക്കിതിനെ കുറിച്ചൊക്കെ പിന്നീട് ആലോചിച്ച പോരെ. ഞങ്ങളുടെ മക്കൾക്ക് ഒരു സ്വത്തും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. അതിന്റെ പേരില് ഇവിടെ ഒരു വഴക്ക് വേണ്ട. ഈ മക്കളുടെ പേരിൽ വഴക്ക് കൂടുന്നത് കാണുമ്പോ ഞങ്ങൾക്ക് വിഷമം കൂടുതൽ. സ്വത്ത് എഴുതുന്നതും വഴക്കിന്റെയും കാര്യമല്ല മക്കളെ. ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യം അവള് കേട്ടില്ല. കേസ് പിൻവലിക്കാൻ ഞാൻ പറഞ്ഞിട്ടും അവൾ എന്താണത് അനുസരിക്കാത്തതെന്ന് എനിക്കറിയണം. അങ്ങനെ ഈ വീട്ടിൽ എൻ്റെ ചെലവിൽ ജീവിച്ചുകൊണ്ട് എന്നെ അനുസരിക്കാതെ അവൾ എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് എനിക്കറിയണം. അതിനാണ് അവളെ ഞാൻ വിളിപ്പിക്കുന്നത്. എന്നെ അനുസരിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോണോന്ന് പറയാൻ. വയസ്സാകും തോറും വാക്കിന് വിലയില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരച്ഛനായി കഴിയാൻ സേതുമാധവൻ ജീവിച്ചിരിക്കുന്നിടത്തോളം തീരുമാനിച്ചിട്ടില്ല. അങ്കിൾ, സ്നേഹ റൂമിലൊന്നും കാണുന്നില്ല. ഞാൻ മുകളിലത്തെ നിലയിലൊക്കെ നോക്കി, അവൾ അവിടെയില്ല. രാവിലെ താഴോട്ടൊന്നും വന്നില്ലല്ലോ. ഞാൻ മുറ്റത്തൊക്കെ ഒന്ന് നോക്കട്ടെ. പിന്നെ അവളിതെവിടെ പോയി? ഹലോ, നീ എവിടെയാ? ഞാനിവിടെ ഉണ്ട്. എന്താ? സ്നേഹ നിന്നെ കാണാനോ മറ്റോ വന്നിരുന്നോ? ഇങ്ങോട്ട് വന്നില്ല. എന്താ കാര്യം? അവളെ ഇവിടെ എങ്ങും കാണുന്നില്ല. അതാ നിന്റെ അടുത്തെങ്ങാനും ഉണ്ടോന്നറിയാൻ വിളിച്ചത്. ഇല്ല, ഇങ്ങോട്ടൊന്നും വന്നില്ല. ധനുഷേ, കല്യാണ ഹാരമൊക്കെ പൂജാരിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹലോ, സത്യം പറ, നീ ഇപ്പൊ എവിടെയാ? ഞാൻ എൻ്റെ വീട്ടില്. കള്ളം പറയുന്നോടാ വൃത്തിയേട്ടവനെ. എന്താ ഇന്ന് നിന്റെ മറ്റവളുടെ കല്യാണമാണോ? ദേ, വീണ്ടും വീണ്ടും എന്നെ പൊട്ടിയാക്കരുത് നീ. മര്യാദയ്ക്കുള്ളത് പറ. ഇന്ന് എൻ്റെ സ്നേഹയുടെയും വിവാഹം. നീ ദേഷ്യപ്പെടരുത്. പിന്നെ മുന്നിൽ വന്ന് നടത്തി തരണോ ഞാൻ? അതായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്. നീ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയത്. കാരണം ഇതൊരു ഡ്രാമ മാത്രമാണ്. ഡ്രാമ മാത്രമാണെങ്കിൽ അത് നീ എന്നോട് പറയുമായിരുന്നു. ഓരോന്ന് ഒളിച്ചും പാത്തും ചെയ്ത് പിടിക്കപ്പെട്ടപ്പോ ഡ്രാമയാണ് പോലും. അവന്തികെ, നീ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇപ്പൊ സ്നേഹ പറയുന്നത് ചെയ്യാനേ എന്നെ കൊണ്ട് കഴിയൂ. അവളുടെ എല്ലാ കൂത്തിനും നിന്ന് കൊടുത്തേ പറ്റൂ. അതുവഴി മാത്രമേ എനിക്ക് വീണ്ടും നെല്ലിശ്ശേരിയിലേക്ക് എത്താൻ പറ്റൂ. ഞാൻ മനസ്സുകൊണ്ട് ഒരു തരത്തിലും അംഗീകരിക്കാത്ത ഒരു വിലയില്ലാത്ത താലി അവളുടെ കഴുത്തിൽ കെട്ടുമ്പോ ധനുഷിന്റെയും അവന്തികയുടെയും ജീവിതം കൂടിയാ അവിടെ തുടങ്ങുന്നത്. നെല്ലിശ്ശേരി വീടിന്റെ മൂലക്കല്ലിൽ ധനുഷിന്റെ ആദ്യത്തെ അടിയ ഈ വിവാഹം.
നിനക്കെന്നെ വിശ്വസിക്കാം. നീ പറഞ്ഞ പോലെയൊക്കെ ആണെങ്കിൽ സാരമില്ല. അവസാനം നീ എന്നെ ചതിക്കില്ലല്ലോ. ധനുഷ് അവന്തികയെ വിട്ടുപോകുന്ന ദിവസം ധനുഷിന്റെ മരണമാണ്. ജീവനുള്ള കാലം അത്രയും ഞാൻ നിന്റേത് തന്നെയാ. ഒരു സ്നേഹിക്കും അതിൽ അവകാശമില്ല. അപ്പൊ ശരി, നീ എല്ലാം കഴിഞ്ഞിട്ട് വിളിക്ക്. ശരി. അവന്തികയെ കൺവിൻസ് ചെയ്യാനാണോ ധനുഷിന്റെ പ്രയാസം? നിനക്ക് ശരിക്കറിയില്ല ഈ ധനുഷിനെ. നിന്റെ വാചകത്തിൽ കൺവിൻസ്ഡ് ആവുന്ന അവന്തിക അല്ല ഇപ്പൊ ഞാൻ. അവന്തികയെ ശരിക്കും അറിയില്ല ധനുഷിന്. എനിക്കറിയാം എന്താ വേണ്ടതെന്ന്. സ്നേഹയെ ഞാൻ പുറത്തൊക്കെ നോക്കി, അവൾ അവിടെ എങ്ങും ഇല്ല. സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത്. ഇനി അമ്പലത്തിലോ മറ്റോ പോയോ? അതെ, അവൾ അമ്പലത്തിലേക്ക് തന്നെയാവും പോയത്. അത് പക്ഷെ ഈശ്വരനെ കാണാനല്ല. ചേച്ചി എന്തായി പറയുന്നേ? അമ്പലത്തിൽ പോകുന്ന പിന്നെ എന്തിനാ? എന്റെ സംശയം ശരിയാണെങ്കിൽ ഇന്ന് ധനുഷിന്റെ സ്നേഹയുടെ വിവാഹമാണ്. ധനുഷ് പൂക്കടയിൽ നിന്ന് വിവാഹമാലയും വാങ്ങിപ്പോകുന്നത് കണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പൊ വിളിച്ചു പറഞ്ഞത് തന്നെ. ഒന്നുകിൽ ഏതെങ്കിലും അമ്പലം, അല്ലെങ്കിൽ രജിസ്റ്റർ ഓഫീസ്. എനിക്ക് ഉറപ്പാത്. എങ്കിൽ പിന്നെ നമുക്ക് വേഗം ചെന്ന് നോക്കാം. എവിടെയാണെന്നും പറഞ്ഞാ നോക്കുന്നത്? അവളോട് നമ്മളൊക്കെ തിരിച്ചും മറിച്ചും പറഞ്ഞതല്ലേ ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ. അവൾ കേട്ടോ? എന്തിനാ പിന്നെ അവളുടെ പുറകെ പോകുന്നത്? കുറെ നാൾ കഴിയുമ്പോൾ പഠിച്ചോളും എന്ന് പറഞ്ഞ് നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റുമോ? എന്താ എല്ലാരും ഇങ്ങനെ നിൽക്കുന്നേ? സ്നേഹ നമ്മളെയൊക്കെ ചതിച്ചിലൂടെ മക്കളെ. ചതിക്കാനോ? അവളെന്ത് ചെയ്തു? നിങ്ങൾ കാര്യം എന്താന്ന് പറയും? കാര്യം ഞാൻ പറയാം. സ്നേഹയെ ഇവിടെ ഞാൻ കാണുന്നില്ല. ധനുഷിൻ്റെ ഒപ്പം പോയെന്നാ അന്വേഷിച്ച് പറഞ്ഞത്. സച്ചേട്ടാ, നമുക്കൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് അവളെ കൂട്ടിക്കൊണ്ടുവരണം. നന്ദ, ചെല്ല്, പോയി അന്വേഷിക്കേ. എനിക്ക് ഉടനെ അവളെ കാണണം. അവളെ കൂട്ടിക്കൊണ്ടു വരണം നിങ്ങൾ. അന്വേഷിക്കാച്ചാ, എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം. വാടാ. അനക്കെ ഈ മോളെ നോക്കണേ, ഞാൻ കൂടി പോയിട്ട് വരാം.
ചേട്ടാ ഇച്ചിരി വേഗത്തിൽ പോവോ?